ഹായ് ഫ്രണ്ട്സ്, ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് വണ്ണിൻ്റെ മറ്റൊരു ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. ഡിസൈൻ ഓഫ് ബോൾട്ടഡ് ജോയിൻറ്റ് അണ്ടർ ഫറ്റീഗ് ലോഡിംഗ് അല്ലെങ്കിൽ ഡൈനാമിക് ലോഡിങ്ങിൻ്റെ കേസിൽ എങ്ങനെയാണ് ബോൾട്ടഡ് ജോയിൻറ്റ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ സ്റ്റാറ്റിക് ലോഡിങ്ങിൽ ഒരു ബോട്ടിൽ വരുന്ന ലോഡിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. എഫ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു, കെ എഫ് എ പ്ലസ് എഫ് ഐ എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചിരുന്നു. ഇക്വേഷൻ 9.2a പേജ് 128 നമുക്ക് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഫറ്റീഗ് ലോഡിങ് അല്ലെങ്കിൽ ഡൈനാമിക് ലോഡിംഗ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം അതിനകത്ത് ലോഡിന് വേരിയേഷൻ ഉണ്ടാവും അല്ലേ. ഒരു വാല്യൂ, പർട്ടിക്കുലർ വാല്യൂ തൊട്ട് ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ എന്താണ് ലോഡ് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഫറ്റീഗ് ലോഡിങ് എന്ന് പറയുന്നത്. അപ്പം ഫറ്റീഗ് ലോഡിങ്ങിൽ നമുക്ക് വരുമ്പോഴും നമുക്കറിയാം, അപ്പം ബോട്ടിൽ ആക്ട് ചെയ്യുന്ന ഈ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, വേരി ചെയ്തുകൊണ്ടിരിക്കണം. ടോട്ടൽ ലോഡും ബോൾട്ടിൽ ആക്ട് ചെയ്യുന്നത് വേരി ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമുക്കറിയാം എഫ് വേരി ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, എഫ് ഷുഡ് ബി വേരി ഫ്രം എ മിനിമം വാല്യൂ ടു എ മാക്സിമം വാല്യൂ. അപ്പോൾ എങ്ങനെ നമുക്ക് എഫ് മിനിമമോ എഫ് മാക്സിമമോ കണ്ടുപിടിക്കാം, അതാണ് അടുത്ത പ്രശ്നം അല്ലേ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ എപ്പോഴും ബോൾട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഈ ടോട്ടൽ ലോഡ് ഓൺ ബോൾട്ടിലെ ഇക്വേഷനിലെ ഓരോ ടൈമിലും ശ്രദ്ധിച്ച് വെക്കുക. ഫസ്റ്റ് ടൈം കെ എഫ് എ, കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്റ്റിഫ്നെസ് ഓഫ് ദി കമ്പൈൻഡ് എന്താണ് പാർട്ട് ആൻഡ് ബോൾട്ടിൻ്റെ കമ്പൈൻഡ് വാല്യൂ ആണ് കെ എന്ന് പറയുന്നത്. എഫ് എ എന്ന് പറയുന്നത് എന്താണ്, എഫ് എ എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിലുള്ള ടോട്ടൽ എക്സ്റ്റേണൽ ലോഡ്. എഫ് ഐ എന്ന് പറയുന്നത് എന്താണ്, ഇനീഷ്യൽ ലോഡ് അല്ലെങ്കിൽ പ്രീ ലോഡാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഈ എഫ് വാല്യൂ വേരിയിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എഫ് എ ആയിരിക്കും വേരിയിങ്. കാര്യം എന്തായിരിക്കും, ഇനിഷ്യൽ ലോഡ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ നട്ട് അല്ലെങ്കിൽ ബോൾട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്നു, ആ പർപ്പസ് അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനിഷ്യൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ആ സിസ്റ്റത്തിനെ റൺ ചെയ്യിക്കുമ്പോൾ അതിലാണ് എന്താണ് ആക്ട് ചെയ്യുന്നത്, എക്സ്റ്റേണൽ ലോഡ്. അത് വേരിയിങ് ആവുമ്പോഴാണ് ആരും വേരിയിങ് ആകുന്നത്, എഫും വേരിയിങ് ആകുന്നത്. അപ്പോൾ എഫ് മിനിമം തൊട്ട് എഫ് മാക്സ് വരെ വേരി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മീനിങ് എഫ് മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എഫ് മിനിമം ക്യാൻ ബി റിട്ടൺ ആസ് കെ ഇൻറ്റു എഫ് എ മിനിമം പ്ലസ് എഫ് ഐ. ഇനിഷ്യൽ ലോഡിന് വേരിയേഷൻ ഒന്നുമില്ല. സിമിലർലി എഫ് മാക്സ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എഫ് മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കെ ഇൻറ്റു എഫ് എ മാക്സ് പ്ലസ് എഫ് ഐ എന്ന് എഴുതാം. അപ്പോൾ ഡേറ്റാ ബുക്കിൽ ഈ ഇക്വേഷൻസ് ഇല്ല, ഈ ഒരു ജനറൽ എക്സ്പ്രഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് പാരാമീറ്റേഴ്സും നമ്മൾ എഴുതുന്നത്, കെ എഫ് എയുടെയും എഫ് മാക്സിൻ്റെയും എഫ് മിനിമത്തിൻ്റെയും വാല്യൂ. അപ്പോൾ നമുക്കറിയാം മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മൊഡ്യൂൾ 2 പഠിക്കുന്ന അതേപോലെ തന്നെയാണ് ഇവിടെയും സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് വേരിയിങ് ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മളവിടെ അതിൻ്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് മീൻ കണ്ടുപിടിക്കണം. എഫ് മീനെ നമ്മൾ എഫ് എം എന്നാണ് എഴുതുന്നത്. അത് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം ആവറേജ് വാല്യൂ ആണ് എഫ് മീൻ എന്ന് പറയുന്നത്. എഫ് മാക്സ് പ്ലസ് എഫ് മിനിമം ബൈ 2 ആണ് എഫ് എം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എഴുതുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം എഴുതാൻ. നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ലോഡ് എന്ന് എഴുതുന്നത് എഫ് എ വാല്യൂ തന്നെയാണ്, പക്ഷേ അത് ഈ എഫ് എ വാല്യൂ അല്ല. അതങ്ങനെ പഠിച്ചു വെക്കരുത്, തെറ്റിപ്പോകരുത്. അത് നമ്മൾ എഴുതുന്നത് എഫ് എ എന്ന് എഴുതുന്നതാണ്. അപ്പോൾ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതുക, ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് എഫ് എ ഈക്വൽ ടു എന്ന് തന്നെ എഴുതുക. ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് എഫ് എ ഈക്വൽ ടു എഫ് എ വാല്യൂ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ടായതുകൊണ്ടാണ് പറഞ്ഞത്. ഈ കാണുന്ന എഫ് എ അല്ല ഈ എഫ് എ, ഇത് ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എഴുതിയേക്കുക. നിങ്ങൾക്ക് എഫ് എന്ന് എഴുതുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്സിൻ്റെ വേറൊരു പേര് വേരിയബിൾ സ്ട്രെസ് എന്നാണ്. അപ്പോൾ എഫ് വി എന്ന് വേണമെങ്കിൽ ഇടാം. പക്ഷേ ഡേറ്റാ ബുക്കിൽ ഇക്വേഷൻസ്, വേരിയിങ് ലോഡിലെ ഇക്വേഷൻസ് എല്ലാം ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്സിനെ എ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ തന്നെ ഇട്ട് ശീലിക്കുക. സോ അത് നമ്മൾ എഴുതുന്നത് എന്താണ്, എഫ് മാക്സ് മൈനസ് എഫ് മിനിമം ഡിവൈഡഡ് ബൈ 2. അപ്പോൾ മീൻ വാല്യൂ ആംപ്ലിറ്റ്യൂഡ് വാല്യൂയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് സോൾവ് ചെയ്യുന്നതിന് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ സോഡർബർഗ് ഇക്വേഷനോ അല്ലെങ്കിൽ ഗുഡ്മാൻ ഇക്വേഷനോ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോഡർബർഗ് അല്ലെങ്കിൽ ഗുഡ്മാൻ ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ മീൻ ലോഡിനെ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ലോഡുകളെ, ഇതാ ഞാൻ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് എന്നായിരുന്നു, ഇത് ലോഡ് വാല്യൂ ആണ് ആക്ച്വലി. എഫ് എന്ന് പറയുന്നത് ലോഡ് വാല്യൂ. അപ്പം നമുക്ക് ഈ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ മീൻ ലോഡിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, ആംപ്ലിറ്റ്യൂഡ് ലോഡിനെയും മീൻ ലോഡിനെയും സ്ട്രെസ്സസ് ആയിട്ട്, അതായത് സിഗ്മ എമ്മും സിഗ്മ എയും ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ സിഗ്മ എം ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം മീൻ ലോഡ്, നമുക്കറിയാം സ്ട്രെസ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. സോ എഫ് എം ഡിവൈഡഡ് ബൈ A1 ആയിരിക്കും. അതുപോലെ സിഗ്മ എ എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് എ ഡിവൈഡഡ് ബൈ A1 ആയിരിക്കും. A1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം A1 ഈസ് ഈക്വൽ ടു എന്താണ്, π/4 ഇൻറ്റു D1 സ്ക്വയർ ആണ്.
സോ D1² ആകുമ്പോൾ നമുക്ക് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുക. നമുക്ക് D ആയിരിക്കും യൂഷ്വലി കണ്ടുപിടിക്കാൻ ചോദിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊയേഴ്സ് ത്രെഡ് ആണെന്നുള്ള അസംഷന് അവിടുത്തെ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. എന്താ, D1 ഒന്നെങ്കിൽ 0.84D ആയിരിക്കാം, അല്ലെങ്കിൽ 0.88D ആയിരിക്കും. എല്ലാ കേസിലും അങ്ങനെയല്ല. പ്രോബ്ലം തന്നിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂസിന് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഉണ്ട്. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ F=KFA + FI എന്ന് പറയുന്ന സെയിം ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ FA എന്ന് പറയുന്ന എക്സ്റ്റേണൽ ലോഡിൻ്റെ പോർഷൻ മാത്രമേ, ആ ഒരു ടേംസ് മാത്രമേ വേരിയേഷൻ ഉണ്ടാകത്തുള്ളൂ. അത് വെച്ചിട്ട് F മിനിമം F മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യുക. അത് വെച്ചുകൊണ്ട് മീൻ ലോഡും ആംപ്ലിറ്റ്യൂഡ് ലോഡും കണ്ടുപിടിക്കുക. അത് വെച്ചുകൊണ്ട് എന്ത് കണ്ടുപിടിക്കുക, മീൻ സ്ട്രെസ്സ് ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്സ് കണ്ടുപിടിക്കുക. ദെൻ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ സോഡർബർഗ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗുഡ്മാൻ ഇക്വേഷൻ യൂസ് ചെയ്യാം. സോഡർബർഗോ അല്ലെങ്കിൽ ഗുഡ്മാൻ ഇക്വേഷനോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സോഡർബർഗ് ഇക്വേഷൻ എന്നൊക്കെ പറയുന്നത് ഇക്വേഷൻ 2.21C ഡേറ്റാ ബുക്കിലുണ്ട്. സോഡർബർഗ് ഇക്വേഷൻ 2.2, ഞാനിപ്പോൾ ആ പേജ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ പേജ് നോക്കുക. ഇക്വേഷൻ 2.21C പേജ് നമ്പർ 25. ഗുഡ്മാൻ എന്ന് പറയുന്നത് ഇക്വേഷൻ 2.21A പേജ് നമ്പർ 25 ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഇക്വേഷൻ, ഇപ്പോൾ ഞാൻ സോഡർബർഗിൻ്റെ ഇക്വേഷൻ മാത്രം ഒന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കാം. ബാക്കി ഇക്വേഷൻ നമുക്കിത് ഇക്വേഷൻ കാണുമ്പോൾ മേ ബി ഓർമ്മ വരും നിങ്ങൾക്ക്. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് KTF × സിഗ്മ A ഡിവൈഡഡ് ബൈ ABC × സിഗ്മ എൻഡുറൻസ് പ്ലസ് സിഗ്മ M ഡിവൈഡഡ് ബൈ സിഗ്മ YP = 1/n. അപ്പോൾ അവിടെ ABC എന്ന് പറയുന്ന കറക്ഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമുക്കറിയാം. ഇവിടെ ആക്സിയലിയാണ് ലോഡ് വരാൻ ചാൻസ് ഉള്ളത്. സ്ട്രെച്ചിങ് ഉണ്ടാകുന്ന ബോൾട്ടിന് ആക്സിയലിയാണ്. അപ്പോൾ നമ്മൾ നോർമലി റിവേഴ്സ്ഡ് ആക്സിയൽ ലോഡിങ്ങിൻ്റെ എന്ത് ചെയ്യുക, കറക്ഷൻ ഫാക്ടേഴ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ക്വസ്റ്റനിൽ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം കറക്ഷൻ ഫാക്ടേഴ്സ്, അത് യൂസ് ചെയ്യുക. എപ്പോഴും ABC തന്നെ ആണെന്നില്ല, ചിലപ്പോൾ നമ്മളോട് KA KB KC എന്നൊക്കെ പറഞ്ഞായിരിക്കും തരുന്നത്. അതും ശ്രദ്ധിക്കുക. ദെൻ പിന്നെ ഇതിനകത്ത് വേറെ പാരാമീറ്റർ ഓർക്കേണ്ടത് ഫാക്ടർ ഓഫ് സേഫ്റ്റി, അതും ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവും. ദെൻ KTF എന്ന് പറയുന്നത് പഴയ പോലെ തന്നെ മൊഡ്യൂൾ 2 ഈ സോഡർബർഗ് ഗുഡ്മാൻ ഇക്വേഷനൊക്കെ ഓർമ്മ പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ടാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ സെക്കൻഡ് മൊഡ്യൂളിലെ വീഡിയോ ഒന്ന് ലെക്ചർ കാണുക. അപ്പോൾ KTF കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ 2.12A പേജ് 23. സോ അതിനകത്ത് നമുക്ക് KTF = ഇക്വേഷൻ ഉണ്ട്. എന്താണ്, Q × KT - 1 + 1 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് KTF വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എല്ലാ പാരാമീറ്റേഴ്സ് KT നമുക്ക് ചാർട്ട് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ക്വസ്റ്റനിൽ തരാം. അത് യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാം. ഇനി ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഓർക്കുക, അല്ലെങ്കിൽ നമുക്ക് കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഓർക്കുക. യൂഷ്വലി നമ്മൾ റോൾഡ് ത്രെഡ് എന്നൊക്കെ കാണുന്നത്, റോൾഡ് ത്രെഡ് എന്നൊക്കെയാണ് ക്വസ്റ്റനിലുള്ളതെങ്കിൽ റോൾഡ് ത്രെഡിൻ്റെ കേസിൽ KTFൻ്റെ വാല്യൂ വരുന്നത് 2.2 തൊട്ട് 3 വരെയുള്ള റേഞ്ചിലായിരിക്കും. ഇതൊന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഫോർ റോൾഡ് ത്രെഡ് ആണെങ്കിൽ. ദെൻ മെഷീൻഡ് ത്രെഡ് ആണെങ്കിൽ, നമുക്ക് ത്രെഡ് ഒന്നെങ്കിൽ മെഷീൻ ചെയ്തെടുക്കാം. മെഷീൻഡ് ത്രെഡ് ആണെങ്കിൽ നമുക്ക് KTFൻ്റെ വാല്യൂ എടുക്കുന്നത് 2.8 to 3.8 എന്ന് പറയുന്ന റേഞ്ചിലായിരിക്കും. ഇതുപോലെ തന്നെ ഗുഡ്മാൻ്റെ ഇക്വേഷൻ ഉണ്ട്. ഗുഡ്മാൻ്റെ ഇക്വേഷനിൽ ആകെയുള്ളൊരു വ്യത്യാസം എന്താണ്, നമുക്ക് ഈ സിഗ്മ Y എന്നുള്ളത് മാറി എന്താവും, സിഗ്മ U ആകും എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇത് ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പം 2 തിയറിയും എന്ന് പറഞ്ഞൊന്നും പറയില്ല. അവർ ഡിറ്റർമിൻ ദി സൈസ് ഓഫ് ദി ബോൾട്ട് എന്ന് മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ നമുക്ക് യൂഷ്വലി നമുക്ക് 2 കേസും വെച്ച് ചെയ്യേണ്ടി വരും. നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലെ ഗിവൺ പാരാമീറ്റേഴ്സ് അനുസരിച്ചിട്ടാണ് രണ്ടും യൂസ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് അത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ടോട്ടൽ ലോഡ് ഓൺ ബോൾട്ട് കണ്ടുപിടിക്കും. നേരത്തെ ചെയ്ത പ്രോബ്ലങ്ങളെല്ലാം നമുക്കൊരു ഗാസ്കറ്റ് തന്നിട്ടുണ്ടായിരിക്കും അല്ലേ. ചില പ്രോബ്ലത്തിൽ നമ്മളോട് മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് എന്നല്ല, മെറ്റൽ ടു മെറ്റൽ ജോയിൻ്റ് എന്ന് തന്നെ ആയിരിക്കും പറയുന്നത്. പറഞ്ഞാൽ ഗാസ്കറ്റ് ഇല്ലെന്നാണ് അതിന് മീനിങ്. മെറ്റൽ ടു മെറ്റൽ ജോയിൻ്റ് എന്ന് കാണാം, മെറ്റൽ ടു മെറ്റൽ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0. അത് ടേബിളിൽ നോക്കിയാൽ മതി. ടേബിളിനകത്ത് പറയുന്നുണ്ട് മെറ്റൽ ടു മെറ്റൽ ജോയിൻറ്റിന് 0 ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൺഫ്യൂസ് ആകരുത്. അപ്പോൾ എന്തെങ്കിലും ക്ലൂ ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ അതൊന്ന് ടേബിളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോൾട്ടിൻ്റെ ഫറ്റീഗ് ലോഡിങ്ങിൽ നിന്ന് വരുന്ന പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.